ക്രിക്കറ്റ് ഹിസ്റ്ററിയിലെ വൺ ഓഫ് ദ റെയറസ്റ്റ് മൊമെൻറ്റ്സ് ആണ് ഓസ്ട്രേലിയ ടൂർ ഓഫ് ഇംഗ്ലണ്ടിൽ 1956 നടക്കുന്ന ഒരു ടെസ്റ്റ് മാച്ച്, 5 മാച്ച് സീരീസാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് സംഭവിച്ചൊരു റെയറസ്റ്റ് ഓഫ് ദ റെയറസ്റ്റ് ഫീറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇംഗ്ലണ്ടാണ് ടോസ് ജയിച്ചത്. ഫസ്റ്റ് ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. അപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ സ്കോർ കാണാം. പീറ്റർ റിച്ചേർഡ്സൺ 104 അടിച്ചു, കോളിൻ കൗഡ്രി 80 അടിച്ചു. അങ്ങനെ 2 സെഞ്ചുറീസൊക്കെ ഉണ്ട്. ഡേവിഡ് ഷെപ്പേർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി 113. പിന്നെ അങ്ങനെ നല്ല ഒരു കാലത്തൊരു നല്ല സ്കോറാണ്. ഇക്കാലത്തെയും നല്ലൊരു സ്കോറാണ് 459. അപ്പോൾ അതിൽ റേ ലിൻഡ്വാൾ 2 വിക്കറ്റ് എടുത്തേക്കണം കാണാം. പിന്നെ ഇയാൻ ജോൺസൺ 4 വിക്കറ്റ്. അങ്ങനെ ഒരു നോർമൽ സ്കോർ കാർഡായിട്ട് തോന്നും. പക്ഷെ കളി മാറിയത് ഓസ്ട്രേലിയയുടെ ഇന്നിങ്സ് തുടങ്ങിയപ്പോഴത്തേക്കും നമുക്ക് കാണാം അവരെല്ലാവരും 2 അക്കം കടന്ന് കുറച്ച് പേര് തന്നെ ഉള്ളൂ. ബാക്കി എല്ലാവരും 0 അതിലൊക്കെ പോയി. അങ്ങനെ 84 റണ്ണിൽ ഓൾ ഔട്ട് ആവുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് നമുക്ക് നോക്കാം. ഇതിൽ വിക്കറ്റ്സ് എടുത്തേക്കണ ആകെ 2 പേരാണല്ലേ. അതിൽ ജിം ലേക്കർ എന്ന് പറഞ്ഞ മാന്ത്രികൻ, പുള്ളി ഓഫ് ബ്രേക്ക് ബോളറായിരുന്നു. പുള്ളിയായിരുന്നു അതിൽ മാന്ത്രികമായ ഒരു കാര്യം ചെയ്തത്. ഇപ്പോൾ ഫസ്റ്റ് ഇന്നിങ്സ് ഓസ്ട്രേലിയയുടെ വെറും 84 റണ്ണിൽ തീരുമ്പോൾ വെറും 17 ഓവർ എറിഞ്ഞ് 9 വിക്കറ്റ്, വെറും 37 റണ്ണ് കൊടുത്ത് 9 വിക്കറ്റാണ് പുള്ളി എടുത്തത്. പക്ഷെ കഥ ഇതുകൊണ്ട് തീർന്നില്ല. ഫോളോ ഓൺ ആണല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ ഫോളോ ഓൺ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചതെന്നുള്ളത് കാണാം നമുക്ക്. ഫോളോ ഓൺ ചെയ്തപ്പോൾ കുറച്ച് ഭേദപ്പെട്ട സ്കോർ എത്തിയെങ്കിലും അവർക്ക് കൂടുതലൊന്നും ചെയ്യാൻ പറ്റിയില്ല. ബാക്കി നമുക്ക് കാണാം. 205 റണ്ണിൽ ഓൾ ഔട്ടായി. അപ്പോൾ ഇതിൽ ആരാണ് വിക്കറ്റ് എടുത്തതെന്ന് നോക്കാം. വേറെ ആരുമല്ല, ജിം ലേക്കർ തന്നെയാണ്. ഇതിൽ 51.2 ഓവർ എറിഞ്ഞ് 23 മെയ്ഡൻ, വെറും 53 റണ്ണ് കൊടുത്ത് 10 വിക്കറ്റ് എടുത്തത്. അതായത് ആ ടെസ്റ്റിൽ പുള്ളിക്ക് 19 വിക്കറ്റാണുള്ളത്. ഒരു വിക്കറ്റും കൂടി, അതൊരു റെയറസ്റ്റ് ഓഫ് ദ റെയറസ്റ്റ് ആണ്. അൺബ്രേക്കബിൾ റെക്കോർഡാണ്. ഇപ്പോഴും അത് അൺബ്രേക്കബിൾ തന്നെയാണ്. ഒരു ഇന്നിങ്സിൽ 10 വിക്കറ്റൊക്കെ എടുത്ത ആൾക്കാരുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് നമ്മുടെ ന്യൂസിലൻഡിൻ്റെ അജാസ് പട്ടേൽ ലേറ്റസ്റ്റ് ആയിട്ട് എടുത്തിരുന്നു. അതിൻ്റെ വീഡിയോ നമുക്ക് വേറെ ചെയ്യാം. നമുക്ക് സ്റ്റാറ്റ്സ് നോക്കാം അതിൻ്റെ ബാക്കി. അപ്പോൾ ഇതിൻ്റെ ദിവസം പോയത് ഇങ്ങനെയായിരുന്നു. ഫസ്റ്റ് ഡേ ഇംഗ്ലണ്ട് 307 ഡേവിഡ് ഷെപ്പേർഡ് 59 നോട്ട് ഔട്ടായിരുന്നു. ട്രെവർ ബെയ്ലി 14. അങ്ങനെ നിൽക്കുമായിരുന്നു. രണ്ടാമത്തെ ദിവസം 459 ഓൾ ഔട്ട് ആവുമായിരുന്നു. എങ്കിലും നല്ലൊരു അടിപൊളി സ്കോറിലെത്തിച്ചു. അതിന് ശേഷം ഓസ്ട്രേലിയ 53-1 നല്ലൊരു അവസ്ഥയിൽ നിൽക്കുമായിരുന്നു. മൂന്നാം ദിവസമാണ് കളി മാറിയത്. മൂന്നാം ദിവസം കളി മാറിയില്ല. ഒരിടയിൽ റെസ്റ്റ് ഡേ ഒക്കെ വന്നു അതിനിടയിൽ. അത് കഴിഞ്ഞിട്ട് ആ ദിവസമാണ് കളി മാറിയത്. നാലാമത്തെ ദിവസമായപ്പോഴത്തേക്കും ഓസ്ട്രേലിയക്ക് രണ്ടാമത്തെ ഇന്നിങ്സ് തുടങ്ങേണ്ടി വന്നു. 84 for 2 എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കേണ്ടി വന്നു. ആൻഡ് ലാസ്റ്റ് ഡേ അവർ ഓൾ ഔട്ട് ആവുകയും ചെയ്തു. അങ്ങനെ ആ മാച്ച് ഇംഗ്ലണ്ട് ഒരു ഇന്നിങ്സിനും 170 റൺസിനും കളി ജയിച്ചു. സോ അതായിരുന്നു വൺ ഓഫ് ദ റെയറസ്റ്റ് ഫീറ്റ്. ഇത് നടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതാണ് നമ്മുടെ പറഞ്ഞ നടൻ ജിം ലേക്കർ. പുള്ളി ഓരോരോ വിക്കറ്റ് എടുക്കുന്നതിൻ്റെയൊക്കെ ഫോട്ടോസാണ് അതിൽ കാണുന്നത്. അപ്പോൾ റെയറസ്റ്റ് ഫീറ്റ് ആണത്. ഇനി എങ്ങനെ സംഭവിക്കുമെന്നുള്ളത് നമുക്കറിയില്ല. ടെസ്റ്റിലും ക്രിക്കറ്റ് ഈസ് എ ഗെയിം ഓഫ് അൺസർട്ടനിറ്റി ആണല്ലോ. അപ്പോൾ താങ്ക് യു.